അവൾ എന്റെ ജീവിതത്തിലേക്ക് കടന്നുവന്നത് ഒരുപാട് ശബ്ദങ്ങളോടെ ആയിരുന്നില്ല. ഒരു ആഘോഷം പോലെ ആയിരുന്നില്ല. അവൾ വന്നത് ഒരു ചെറിയ അഭയവനവതഭയവള ശബ്ദത്തിലൂടെയായിരുന്നു. ഞവ. അന്നത്തെ എന്റെ ജീവിതം ഒരു സാധാരണ യുവാവിൻ്റെതായിരുന്നു. സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ വിശ്വാസം കുറവായിരുന്നു. സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ പങ്കുവെക്കാൻ ഒരാൾ ഇല്ലായിരുന്നു. ആ അനവക്ക് ഞാൻ മറുപടി നൽകി. അറിയാതെയേ. എന്റെ ജീവിതത്തിന്റെ ഏറ്റവും മനോഹരമായ അധ്യായം അവിടെ ആരംഭിക്കുകയായിരുന്നു. ആദ്യ ദിവസങ്ങൾ വളരെ സാധാരണമായിരുന്നു. എന്താണ് പേര്? എവിടെയാണ്? എന്ത് ജോലിയെ? ഇതൊക്കെയേ. പക്ഷേ ഓരോ ദിവസവും ആ ചോദ്യങ്ങൾക്കിടയിൽ ഒരു പ്രത്യേകത വളരുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലാത്ത. രാവിലെ അവളുടെ ഹണലമവള എന്റെ ദിവസത്തിന്റെ തുടക്കമായി. രാത്രി അവളുടെ കളനഹ്യവായി എന്റെ മനസ്സിന് ശാന്തിയായിക്ക. അവൾ നാഗധം തരാൻ വൈകിയാൽ പോലും എനിക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു പേടിറ്റ്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവൾ എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാവുകയാണ് എന്ന്. നമ്മൾ തമ്മിൽ വലിയ ദൂരമുണ്ടായിരുന്നു. അവളുടെ ലോകം വേറെയായിരുന്നു. എന്റെ ലോകം വേറെയും. പക്ഷേ നമ്മൾ സംസാരിച്ചപ്പോൾ ആ ദൂരം ഒരിക്കലും അനുഭവപ്പെട്ടില്ല. ചില ദിവസങ്ങൾ അവൾ ചിരിച്ചാൽ എന്റെ മനസ്സും ചിരിച്ചു. ചില ദിവസങ്ങൾ അവൾ ദുഃഖിച്ചാൽ എനിക്ക് ഉറങ്ങാനാവില്ലായിരുന്നു. അവൾ പറഞ്ഞ കഥകൾ, അവളുടെ ബാല്യം, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ പേടികളല്ല, അവയെല്ലാം ഞാൻ എന്റെ കഥ പോലെ ആസ്വദിച്ചുല്. അവൾ ചോദിച്ചു, നിനക്ക് എന്നെ ഇത്രയൊക്കെ ഇഷ്ടമാണോ? ഞാൻ മറുപടി നൽകിയില്ലാത്ത. കാരണം ആ സമയത്ത് ഇത് ഇഷ്ടമാണോ പ്രണയമാണോ എന്നുപോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. പക്ഷേ അവൾ സംസാരിക്കാതിരുന്ന ഒരു ദിവസം എനിക്ക് മനസ്സിലായി, ഇത് ഇഷ്ടമല്ല, ഇത് പ്രണയമാണ്. കണ്ടിട്ടില്ലാത്, സ്പർശിച്ചിട്ടില്ലാത്. എന്നിട്ടും അവളുടെ ശബ്ദം എന്റെ ഹൃദയത്തിന് ആശ്വാസമായിരുന്നു. ചില രാത്രികൾ ഞങ്ങൾ മണിക്കൂറുകൾ സംസാരിച്ചിരിക്കുന്നേ. ശബ്ദം കേട്ട് നിശബ്ദമായി ചിരിച്ചിരിക്കുന്നേ. അവൾ ഉറങ്ങുമ്പോൾ ഫോൺ വയ്ക്കുന്നതിനു മുൻപ് പറയും, നാളെ വിളിക്കണം കേട്ടോ എന്നേ. അവളുടെ ആ വാക്ക് എന്റെ നാളെയെ സുന്ദരമാക്കുമായിരുന്നു. പക്ഷേ എല്ലാ പ്രണയങ്ങൾക്കും പോലെ ഇതിനും പരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ലോകം ചോദിച്ചു, കണ്ടിട്ടില്ലല്ലോ, വിശ്വാസമുണ്ടോ, ഇത് നടക്കുമോ? അവളുടെ കണ്ണുകളിൽ